ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്തതാണ്. ഇത് കൗണ്ടർ ടോപ്പ് ആക്കി കൊടുത്തതാണ്. നാനോ വൈറ്റ് ആണ് കയറ്റിയത്. നമ്മൾ താഴെ സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. ഇതിൽ സെൽഫ്, ഇതിൽ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സിസ്റ്റം. ഇത് പിന്നെ ഓപ്പൺ ഡോർ ആയിട്ടാണ് കൊടുത്തത്, സ്റ്റോറേജ് ആയിട്ട്. ഇതും സെൽഫ് പ്ലെയിൻ ആയിട്ട് കൊടുത്തതാണ്. ഇതും ഓപ്പൺ ഡോറ്. പിന്നുള്ളത് ഇതിവിടെ വാഷ് ബേസ് ആണ്. വാഷ് ബേസ് വരുന്നതുകൊണ്ട് ഇവിടെ ഓപ്പൺ ഡോറാക്കി കൊടുത്തിട്ടുണ്ട്. ഈ വാഷ് ബേസ് കുറച്ച് താഴേക്കാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇറക്കി കൊടുത്തിട്ടാണ്. ഇത് ശരിക്കും പൊങ്ങി വരാനുള്ളതാണ് സിസ്റ്റം. പക്ഷേ ഗ്രാനൈറ്റ് കട്ട് ചെയ്തിട്ട് താഴേക്ക് ഇറക്കിയിട്ട് ഹാഫ് ആക്കിയിട്ട് കൊടുത്തത്. ഇത് പിന്നെ ഫുൾ പ്ലെയിൻ ഏരിയ ആയിട്ട് കൊടുത്തിട്ടാണ്. കാരണം സ്റ്റോർ റൂമും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഫുള്ള് പ്ലെയിന്. ഇതും അതേ കട്ട് പ്ലെയിൻ ആയിട്ടാണ് കയറ്റിയത്. പിന്നെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ്റെ ഏരിയ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ടൈപ്പിൽ കറക്റ്റ് അടിച്ച് കയറ്റി. ഇതൊരു ഓവനും. ഇത് പ്രസ്സാണ് കൊടുത്തത്, പ്രസ്സിങ്. ഇതിൽ തട്ടിട്ട് ഇത് പിന്നെ ഇത് റാക്കാണ്. ഈ റാക്ക് മൊത്തം ഇങ്ങനെ കൊണ്ടുവന്ന് നിൽക്കുകയാണ്. ഇത് തട്ടാക്കാനാണ് മുകളിൽ അവിടെ ഒരു ഫിക്സിങ് കൊടുത്തത്, ഈ ഒരു ഏരിയ. ഇതാണ്. പിന്നെ ഇത് ഗ്ലാസ്സാണ്, കൂളിംഗ് ഗ്ലാസ് കയറ്റിയതാണ്. അലുമിനിയം ഫ്രെയിമിൽ കൊടുത്തിട്ട് ഇത് രണ്ടും ഫുൾ തട്ട് കൊടുത്തിട്ടാണ്. 12mm ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഫുള്ള് സാധനങ്ങൾ കയറ്റാനും വേണ്ടിയുള്ള 12mm ഗ്ലാസ്സാണ് മൊത്തം ഇട്ടത്. ഇതിൽ ഇങ്ങനത്തെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ വെയിറ്റ് താങ്ങാനും വേണ്ടിയാണ് 12mm ഗ്ലാസ് ഇട്ടത്. ഓക്കെ, സോഫ്റ്റ് ഗ്ലാസ് ആണ് മൊത്തം ഇത് കയറ്റിയത്. ഓട്ടോമാറ്റിക് സോഫ്റ്റ് ആവും. പിന്നുള്ളത് ഇത് ക്രോക്കറിയാണ്. ഇതിൽ ഫുള്ള് ഇത് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുന്ന സിസ്റ്റം. മൊത്തം ഈ ടൈപ്പാണ് കയറ്റിയത്. പിന്നുള്ളത് ഇത് ഫ്രിഡ്ജാണ്. ഈ ഫ്രിഡ്ജിക്ക് കറക്റ്റ് മുകളിൽ ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടിയിട്ട് ഇങ്ങനെ അടിച്ച് കയറ്റിക്കുകയാണ്, ജസ്റ്റ് കിട്ടാനും വേണ്ടി. പിന്നുള്ള ഇത് മൊത്തം ഈ ഒരു റാക്ക് തട്ടാക്കാൻ ഈ ഒരു സ്പേസ് കറക്റ്റാക്കിയിട്ട് അടിച്ച് കയറ്റിക്കുകയാണ്. മറ്റേത് തട്ടും വീതി കൂടിയാൽ, അതാണ് ഇത്ര ഡോറ് ഇവിടെ വരാൻ കാരണം. ഓക്കെ, ഇവിടെ തന്നെ